മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ശനിയാഴ്ച നടക്കുന്ന മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി മോഹൻ ബഗാൻ്റെ മുഖ്യ പരിശീലകൻ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിൽ താരമായ വിപിൻ മോഹനൻ്റെ ഇഞ്ചുറി അപ്ഡേഷനൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു താരം ഗോകുലം കേരള എഫ്.സിയിലേക്ക് കൂടുമാറിയതായിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ബഹിഷ്കരിക്കാനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ടിക്കറ്റ് വിൽക്കില്ല എന്നൊക്കെ കർശന നടപടിയിലേക്കൊക്കെ പോയിക്കൊണ്ട് മഞ്ഞപ്പട അധികൃതർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും മഞ്ഞപ്പട സ്വീകരിക്കുന്ന ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ സൗരവ് മണ്ഡൽ ഗോകുലം കേരള എഫ്.സിയിലേക്ക് കൂടുമാറിയതായിക്കൊണ്ടും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചതായിക്കൊണ്ടാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അവരുടെ എക്സ്ക്ലൂസീവ് അപ്ഡേഷൻ ആയിക്കൊണ്ടാണ് സൗരവ് മണ്ഡൽ ഗോകുലം കേരള എഫ്.സിയിലേക്ക് കൂടുമാറുമെന്ന രീതിയിൽ കൺഫേം ചെയ്തുകൊണ്ട് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിപിൻ മോഹനന്റെ പരിക്കത്ര ഗുരുതരമൊന്നുമല്ല എന്നും 10 ദിവസത്തിനുള്ളിൽ വിപിൻ മോഹനനും പരിശീലനങ്ങളെല്ലാം പുനരാരംഭിക്കുമെന്ന രീതിയിൽ മാർക്കസ് മർഗുലോവ ഇപ്പോൾ അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനാണ് സാധ്യതകൾ എന്ന രീതിയിലാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ തന്നെ പറയുന്നത്. മിക്കാൽ സ്റ്റെയറയുടെ കോൺഫിഡൻസ് ഒക്കെ പറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം മോഹൻ ബഗാനെതിരായ മത്സരത്തെ പറ്റി മിക്കാൽ സ്റ്റെയറ പറയുന്നത് ഇപ്രകാരമാണ്: മോഹൻ ബഗാൻ ISLൽ തന്നെ ഏറ്റവും മികച്ച എതിരാളികളാണ്. അവർക്കെതിരെ വിജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നും എങ്കിൽ പോലും എല്ലാ ടീമിനും വീക്ക് പോയിന്റുകൾ ഉണ്ടെന്ന രീതിയിലാണ് മിക്കാൽ സ്റ്റെയറ മോഹൻ ബഗാനെതിരായ മത്സരത്തെ പറ്റി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവില്ല എന്ന രീതിയിലാണ് മിക്കാൽ സ്റ്റെയറയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം. എന്നാൽ മോഹൻ ബഗാന്റെ പരിശീലകൻ മറിച്ച് മികച്ച കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണെന്നും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നും ഉറപ്പായിട്ടും ഞങ്ങളുടെ ആരാധകർക്ക് ഉറപ്പ് നൽകുന്നു എന്ന രീതിയിലൊക്കെയാണ് മോഹൻ ബഗാന്റെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.